വൈകുന്നേരം 6 മണിയോടെയാണ് മിക്ക ദേവാലയങ്ങളിലും ക്രിസ്മസ് ശുശ്രൂഷകൾ തുടങ്ങിയത്. മസ്കറ്റ്, സലാല തുടങ്ങി വിവിധയിടങ്ങളിലെ പള്ളികളിൽ മലയാളികളടക്കം നിരവധി വിശ്വാസികളെത്തി. പ്രാർത്ഥനകൾക്കും ആഘോഷങ്ങൾക്കും കാർമ്മികത്വം വഹിച്ച പുരോഹിതർ ക്രിസ്മസ് സന്ദേശം നൽകി. ക്രിസ്മസ് സമ്മാനങ്ങളുടെ ആഘോഷമാണെന്നും മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും സംതൃപ്തിയും നൽകുന്ന സമ്മാനങ്ങളായി ഓരോ വിശ്വാസിയും മാറണമെന്നും പുരോഹിതർ ഓർമ്മപ്പെടുത്തി. ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്മസ് സമ്മാനങ്ങളുടെ ആഘോഷമാണ്. ദൈവം സ്വന്തം പുത്രനെ സമ്മാനമായിട്ട് ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ആഘോഷം. നമ്മളും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. ഗാല സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ഫാദർ ജിജോസി കുഞ്ഞുമോൻ നേതൃത്വം നൽകി. ഇടവക വികാരി ഫാദർ ബിജോയ് അലക്സാണ്ടർ സഹകാർമ്മികനായി. അന്ധകാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് പ്രകാശം നൽകുവാനും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരികയും നമുക്ക് ബലിയായി തീരുകയും ചെയ്ത മശിഹാ തമ്പുരാന്റെ ഈ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഭവനങ്ങൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോരോ ഹൃദയങ്ങൾ ക്രിസ്തു ജനിക്കുകയും അതുമൂലം നമ്മുടെ ഭവനിൽ പ്രകാശം നൽകുകയും ചെയ്യണം. സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ റൂവി സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾ ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും ഫാദർ വർഗീസ് വാലിക്കോടത്ത് നേതൃത്വം നൽകി. മസ്കറ്റിലെ റൂവി, ഗാല, നിസ്വ, സോഹാർ, സലാല എന്നിവിടങ്ങളിലും വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷങ്ങളും നടന്നു. നിശ്ചയിക്കപ്പെട്ടിരുന്ന ഗർഭിണിയായ മറിയാമിനോടുകൂടി പേർവഴി ചാർത്തപ്പെടുവാനായിട്ട് യാത്രയായി. അവർ അവിടെ പാർക്കുമ്പോൾ അവൾക്ക് പ്രസവകാലം വന്നു. അപ്പോൾ അവൾ തന്റെ ആദ്യപുത്രനെ പ്രസവിക്കുകയും. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.